ഹായ്, നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഡോഗിന്റെ കൂടുണ്ടാക്കുമ്പോൾ, ഒരു ഗേജ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അത് നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങളെ കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുറേ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് എന്തൊക്കെയാണ് അത് ഒഴിവാക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. കാരണം നമുക്ക് കൂടുണ്ടാക്കുമ്പോൾ ഇത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, അതിന് ശേഷം തോന്നി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ച് നമ്മളിന്ന് പറയാം. ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം കൂടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ ഉറപ്പായിട്ടും നന്നായി ശ്രദ്ധിച്ച് ഈ തെറ്റുകൾ പറ്റാത്ത രീതിയിൽ വേണം കൂടുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കമോൺ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്താ സാധനം അറിയോ? ഇത് നമ്മൾ ചെയ്തതിലെ ഒരു വലിയ മണ്ടത്തരമായിരുന്നു. ഇത് നമ്മൾ അവരുടെ പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫിക്സ് ചെയ്തൊരു സാധനമായിരുന്നു. ലൂസി ഇറങ്ങരുത് കേട്ടോ. ഇതേ കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നാണ്. ഇതൊരിക്കലും ഇത് മാത്രമായിട്ട് ഇത് മാത്രമായിട്ട് ഇങ്ങനെയാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഇതിനകത്ത് നമ്മുടെ ലുലുവിൻ്റെ പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു സംഭവമാണ്. ഇത് നമ്മുടെ ആള് വെൽഡർ ജസ്റ്റ് ഇങ്ങനെ മാത്രം വെച്ച് ഫിക്സ് ചെയ്തിട്ട് പോയി. ഇവള് കയറി രണ്ട് ദിവസം കൈ വെച്ച് അത് കൈയോടെ വന്നു. ഇത്രയേ ഉള്ളൂ. സ്ട്രോങ് ഇതിൻ്റെ ഈ ബലമൊക്കെ പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം തന്നെ താഴേക്കൊരു സപ്പോർട്ടും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ താഴേക്കൊരു സപ്പോർട്ട് കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വേഗം പോകും. അപ്പോൾ ഇതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. ഇതിന് പകരം കുറച്ച് ഉള്ളിലും ഇതിൻ്റെ ഒരു ചെറുതായിട്ടൊരു ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഇത് വെറും കമ്പി വളച്ചിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ വാങ്ങിക്കാനും കിട്ടും പുറത്ത് ഈ സാധനം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടെ ഈ അടിയിൽ നിന്നൊരു സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ആദ്യം ചെയ്തൊരു മിസ്റ്റേക്കാണ്. അതുപോലെ നമ്മൾ അടുത്ത തവണ വെൽഡ് ചെയ്യുമ്പോൾ ഇത് ശരിയാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഇത് നമ്മളെ പൈപ്പിലാണ് ഈ കൂടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പിൽ ഈ ഹോളുകൾ ഇതേ കണ്ടോ, മാറി ഇതുപോലുള്ള ഹോൾസ് ഒരിക്കലും വരരുത് ഈ പൈപ്പുകളിൽ. ഇത് ഫുൾ ക്ലിയർ ആയിട്ട് അടച്ചിരിക്കണം, ഫുൾ ക്ലോസ് ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കയറും. അതേപോലെ ഇത് ഇവിടെയൊക്കെ കണ്ടു, ഇതൊക്കെ കാണുന്നില്ലേ, ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സമയത്ത് തുരുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മളത് ഒന്നുകൂടെ അടയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ ഫുൾ ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷമാണ് അവരുടെ ഈ പ്ലാറ്റ്ഫോം മേടിച്ചത്. അപ്പോൾ പ്ലാറ്റ്ഫോം മേടിച്ചപ്പോൾ അതിൽ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യേണ്ടി വന്നു. കാരണം സൈസിൽ ചെറിയ വ്യത്യാസം വന്നു. ഒരു മിനിറ്റയുടെ ഭയങ്കര ഞാനൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെടോ. ഇതേ കണ്ടോ, ഇതിവിടെയൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഇട്ട്. കട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനത്തിൻ്റെ കുറച്ച് ആ ഒരു സ്ട്രെങ്ത് കമ്മിയായി പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അത് മാത്രമല്ല കറക്റ്റ് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് കട്ട് ചെയ്ത് ഇതിനകത്ത് കയറ്റാനായിട്ട്. അപ്പോൾ കട്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാറ്റ്ഫോം മേടിച്ചതിന് ശേഷം മാത്രം, അതായത് സ്ഥിരമായിട്ട് കൂടുണ്ടാക്കുന്ന ആൾക്കാരാണ് വെൽഡർമാർ എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ല. അവർക്കറിയും ഇതിൻ്റെ കറക്റ്റ് സൈസ്. അതല്ലാത്തൊരു പുതിയൊരു വെൽഡറെ മേടിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ പ്ലാറ്റ്ഫോം വാങ്ങിക്കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്. ഞാൻ സൈസ് മാത്രം പറഞ്ഞു കൊടുത്തു, എന്നിട്ടും പക്ഷേ അത് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ സൈഡും അതുപോലെ ഈ സൈഡും ഇതേ കണ്ടതാ, ഈ സൈഡും നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് കയറ്റിയത്. അപ്പോൾ ഇതൊരു വലിയ മണ്ടത്തരമായിരുന്നു. ഇതാണ് നമുക്ക് ഏറ്റവും വലിയതായിട്ട് തോന്നിയത്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഷീറ്റ് ഹൈറ്റ് ഇതുപോലെ ഇത്രയും ഹൈറ്റ് ഇരിക്കുന്നത് നല്ലതാണ്. ഒരു പരിധിവരെ ചൂട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ ഈ എന്താ പറയുക, നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടാവില്ലേ പാത്രം വെക്കാനായിട്ട്, അപ്പോൾ അതിന് പകരം അത് 2 വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ യൂസ്ഫുള്ളായിരിക്കും കൊടുക്കാം. ഒരു പ്ലംബിങ്ങും കൂടെ ചെയ്തൊരു പൈപ്പിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് നക്കി കുടിച്ചോളും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതും കൂടെ കൂടുണ്ടാക്കുമ്പോൾ ചെയ്യാം. അതുപോലെ നമ്മുടെ കൂട് ഉറപ്പായിട്ടും പെയിൻ്റ് അടിക്കേണ്ട ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year ഒരു തവണ ഉറപ്പായിട്ടും പെയിൻ്റ് അടിക്കുക. മുകളിലെ സൈഡ് അടിച്ചില്ലെങ്കിലും ഈ താഴെ ഇവിടെ യൂറിൻ ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ സമയത്തങ്ങൾ യൂറിനൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് നന്നായിട്ട് പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ് പിന്നൊരു കാര്യം. ഒരു 1 year ഒരു തവണയെങ്കിലും അടിക്കുക. അതേപോലെ കൂട് ഒരു കോൺക്രീറ്റ് നിലത്താണ്, ഇപ്പോൾ വീടിനോട് ഭയങ്കരമായിട്ട് ചേർന്നിട്ടുള്ളൊരു സ്പേസിലൊക്കെ ആണെങ്കിൽ അതുപോലെ നമ്മൾ അതായത് അവരെ കറക്റ്റ് ടൈമിൽ തുറന്നു വിടാനൊന്നും സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ
ഒരു പ്ലാറ്റ്ഫോം വെക്കുക. എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ ഇവർ ഈ യൂറിൻ പാസ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമിലേക്ക് വീണ് അതിൻ്റെ അടിയിലൂടെ ഒരു പ്ലംബിംഗ് ഒക്കെ ചെയ്ത് ഒരു അപ്പുറത്തൊരു ഡ്രൈനേജും സെറ്റ് ചെയ്ത് ആ ഡ്രൈനേജിലോട്ട് ഈ യൂറിനും അതുപോലെ കൂട് കഴുകുന്ന വെള്ളവും പോകുന്ന ലെവലിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്